ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ലാൻ കേബിളുകളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ഒരുപാട് തരം ലാൻ കേബിളുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. നമുക്ക് മോഡത്തിൽ നിന്നും പി സിയിൽ കണക്ട് ചെയ്യാനും പല കേബിൾ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യങ്ങൾക്കും മറ്റും ലാൻ കേബിൾ നമ്മൾ സർവ്വസാധാരണമായി ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. സോ നമുക്ക് എന്തൊക്കെ തരം ലാൻ കേബിളാണ് നമുക്ക് വേണ്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ തരം ലാൻ കേബിളാണ് ഇപ്പോൾ വിപണിയിൽ നിലവിലുള്ളതെന്നും നോക്കാം. ലാൻ കേബിളുകൾ വിപണിയിൽ 6 തലത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ CAT 5, CAT 5E, CAT 6, CAT 6A, CAT 7, CAT 8 ഇങ്ങനെ 6 തരത്തിലാണ് ലാൻ കേബിളുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്നത്. ഇതിൽ തന്നെ പല സ്പീഡുകൾ സപ്പോർട്ട് ചെയ്യുന്ന ലാൻ കേബിളാണിത്. നമ്മളുടെ അനുയോജ്യമായത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇതിൽ ഈ CAT 5, CAT 6 എന്നൊക്കെ പറയുന്ന CAT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റഗറി എന്നാണ്. കാറ്റഗറി 5, കാറ്റഗറി 6, കാറ്റഗറി 7 അങ്ങനെ കാറ്റഗറിയാണ് നമ്മളുടെ ഈ CAT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഓരോന്നായി എടുത്താൽ ആദ്യം തന്നെ CAT 5 ആണ് കുറച്ച് പഴക്കമുള്ളതും അല്ലെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് പഴയതായിട്ടുള്ള ഒരു ലാൻ കേബിൾ. ഇത് ഒരു 2 പെയർ കേബിളാണ്. നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു 2 പെയർ കേബിളാണിത്. ഇതുകൂടാതെ ഇത് 100 Mbps വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ്. അതായത് ഇത് 100 Mbps വരെയുള്ള ഡേറ്റ ഇതിലൂടെ ട്രാൻസ്ഫർ ആവും. അതിനുകൂടാതെ 100 മീറ്റർ വരെ ഈ കേബിൾ ഒറ്റ ലെങ്ത്തിൽ വലിക്കാവുന്നതാണ്. അതായത് ഒരു ഡിവൈസിൽ നിന്നും അടുത്ത ഡിവൈസിലേക്ക്, അല്ലെങ്കിൽ മോഡത്തിൽ നിന്ന് റൗട്ടറിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് 100 മീറ്റർ വരെ ഇത് നമുക്ക് വലിക്കാവുന്നതാണ്. CAT 5 വലിക്കാവുന്നതാണ്. അതുകൂടാതെ CAT 5 100 MHz ബാൻഡ് വിത്തും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ CAT 5 എന്ന് പറയുന്നത്. പിന്നെ ഇത് വളരെ ലെസ് പ്രൈസ് ആണ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് വളരെ ലെസ് പ്രൈസ് ആണ്. ബിക്കോസ് ഇത് പഴയതാണ്, അല്ലെങ്കിൽ കുറച്ച് പഴയതാണ്. ഇത് അധികം വീടുകളിൽ മറ്റും ഉപയോഗിക്കുന്നില്ല. ഇത് ഇൻ്റർനെറ്റ് ISPകളിലും മറ്റുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത് ആവശ്യമായിട്ട് വരും. കൂടുതലും വീടുകളിൽ മറ്റും ഉപയോഗിക്കുന്നില്ല. ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CAT 5 റീസെൻ്റ്ലി ഔട്ടായ ഒരു കേബിളാണ്. അധികം ആരും ഉപയോഗിക്കുന്നില്ല CAT 5ൻ്റെ യൂസ് ഉള്ളവർ ഉപയോഗിക്കാം, ഇല്ലാത്തവർ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് പറയുന്നതാണ് CAT 5E. CAT 5E കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ലാൻ കേബിളാണ് CAT 5E എന്ന് പറയുന്നത്. CAT 5Eനും ഈ പറഞ്ഞതുപോലെ 2 പെയർ അല്ല, ഇത് 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണ്. നമുക്ക് കാണാം ഇതിനകത്ത് കേബിൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റതിനേക്കാളും കൂടുതലായിട്ട് ട്വിസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ പടത്തിൽ കാണാം. 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണിത്. ട്വിസ്റ്റഡ് കേബിൾ വരുന്നതിൻ്റെ കൂടുതൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസസ് മറ്റും വളരെ തടയുകയും അതിൻ്റെ കഞ്ചഷൻസും ബാക്കിയുണ്ടെങ്കിൽ അത് ത്രൂ ആയിട്ട് തന്നെ ഡേറ്റ പോകാനായിട്ട് ഈ ഒരു 4 പെയർ ട്വിസ്റ്റഡ് കേബിൾ കൊണ്ട് സാധിക്കും. അതിന് പുറമെ ഇത് 1 Gbps വരെ ട്രാൻസ്ഫർ കഴിയും. ഡേറ്റ ഫയൽസ് 1 Gbps സ്പീഡ്, ഇൻ്റർനെറ്റ് സ്പീഡ് 1 Gbps വരെ ക്യാരി ചെയ്യാനായിട്ട് ഈ CAT 5Eക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 100 മേളിലുള്ള Mbps ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണെങ്കിലും 1 GB വരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടാണെങ്കിലും CAT 5E കൊണ്ട് സാധിക്കും എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കോമൺ ആയിട്ടും കാണുന്ന ഒന്നാണ് ഈ CAT 5E എന്ന് പറയുന്ന ഈ കേബിൾ. കൂടാതെ തന്നെ 100 മീറ്റേഴ്സ് വരെ ഇത് കേബിൾ ത്രൂ ഔട്ട് വലിക്കാനും, അതായത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ത്രൂ ആയിട്ട് നീളം ഡേറ്റ പാക്കറ്റ് ലോസ് വരാതെ ഈ പറഞ്ഞ 100 മീറ്റേഴ്സ് വരെ വലിക്കാനും ഈ പറഞ്ഞ CAT 5E കേബിൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. CAT 5 കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കേബിളാണ്. അതിൻ്റെ ബാൻഡ് വിത്ത് വരുന്നിട്ട് ഒരു 100 MHz-ലാണ് അതിൻ്റെ ബാൻഡ് വിത്ത് വരുന്നത്. അത് വളരെ ഒരു നല്ല ബാൻഡ് വിത്ത് തന്നെയെന്ന് പറയേണ്ടി വരും. ഈ ഒരു കാറ്റഗറിയിൽ അതൊരു നല്ലൊരു ബാൻഡ് വിത്ത് തന്നെയാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ടാണെങ്കിൽ പ്രൈസ് താരതമ്യേന CAT 5നേക്കാളും കൂടുതലാണെങ്കിലും ബാക്കി വരുന്ന ഇതിൽ കൂടാതെയുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ വേറെ കാറ്റഗറികളെ വെച്ച് നോക്കുമ്പോൾ CAT 5Eയിൽ കുറവാണ്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് CAT 6 എന്ന് പറയുന്നത്. CAT 6 എന്ന കേബിളും കാണാം. അതും ഒരു 4 പെയർ ട്വിസ്റ്റഡ് കേബിൾ തന്നെയാണ് CAT 6ഉം. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ചിത്രത്തിൽ കാണാം, അതിൻ്റെ നടുവിലായിട്ട് ഒരു
ഒരു ബീഡിംഗ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് ബീഡിംഗ് അതിൻ്റെ നടുവിലായിട്ട് കാണാം. അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണ്, പക്ഷേ ഈ ഒരു ബീഡിംഗ് കൂടുതലായിട്ട് അതിൽ കാണാം. ഇതുകൊണ്ട് തന്നെ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർഫേസൻസ് ഉണ്ടെങ്കിൽ അത് തടയാനും അതിൻ്റെ കഞ്ചഷനും മറ്റേ ട്രാഫിക്കും ഒക്കെ അധികം ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കഞ്ചഷൻ തടയാനും മറ്റും ഈ പറഞ്ഞ ഈ ഒരു Cat 6 കേബിൾ കൊണ്ട് സാധിക്കും. രണ്ടാമതായി ഇതിൽ Cat 5നെ അപേക്ഷിച്ച് ഇതിൽ 10 Gbps വരെ Cat 5eയിൽ 1 Gbps ആണെങ്കിൽ ഇതിൽ Cat 6ൽ വന്നിട്ട് 10 Gbps സ്പീഡ് വരെ സപ്പോർട്ട് ചെയ്യും. അത്രയും ഡേറ്റ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ കേബിൾ വഴി നമുക്ക് സാധിക്കും. അതുകൂടാതെ 55 മീറ്റർ വരെ ഇത് വലിക്കാൻ സാധിക്കും. താരതമ്യേന കുറവാണ്. Cat 5eനെ വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന കുറവാണ്. ഇതിനകത്തൊരു ഡിഫക്റ്റാണ് Cat 6ൽ. പക്ഷേ ഇത് കൂടുതൽ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു 1 Gbps എന്ന് പറയുമ്പോൾ 100-200 Mbps ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് Cat 6 കേബിൾ എന്ന് പറയുന്നത്. നല്ല സ്പീഡ് വരുന്ന ഒരു കേബിളാണിത്. അത്യാവശ്യം നല്ല ഒരു ബാൻഡ് വിത്ത് കൂടിയുണ്ട്. 250 MHz ആണ് ഇതിൻ്റെ ബാൻഡ് വിത്ത് വരുന്നത്. ആ ബാൻഡ് വിത്ത് എന്ന് പറയുന്ന 250 MHz അത്യാവശ്യം നല്ല ബാൻഡ് വിത്ത് ആണ്. കൂടുതലായിട്ട് ഈ ഡിവൈസുകളും കാര്യം ഉപയോഗിക്കുന്നിടത്ത് ഒരു 5, 10, 15 ഒക്കെ ഡിവൈസുകൾ ഒരേ ടൈം ഉപയോഗിക്കുന്നിടത്തൊക്കെ Cat 6 കേബിൾ വളരെ സുഗമമായിട്ട് തന്നെ ഓടിക്കോളും. അതിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാനില്ല. പിന്നെ ഇതിൻ്റെ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 100-200 Mbps ഒക്കെ ഉണ്ടെങ്കിൽ Cat 6 ഉപയോഗിക്കാം. പിന്നെ ഇതിന് കോസ്റ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണ്. മറ്റേ കഴിഞ്ഞ Cat 5നെയൊക്കെ അപേക്ഷിച്ച് കോസ്റ്റ് ഇതിന് കൂടുതലാണ്. അടുത്തതായി വരുന്നതാണ് Cat 6a കേബിൾ. Cat 6a കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം നേരത്തെ പോലെ തന്നെയുള്ള ഒരു 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണ്. 4 പെയർ ട്വിസ്റ്റഡ് വയറാണ്. അതിന് സെൻട്രലായിട്ട് നേരത്തെ Cat 6ന് കണ്ട പോലെ തന്നെ Cat 6aയ്ക്കും ആ ഒരു ബീഡിംഗ് ഉണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് ബീഡിംഗ് സെൻട്രലുണ്ട്. അതുകൂടാതെ ഇതിന് പ്രത്യേകതയായിട്ട് വരുന്നതെന്നാൽ അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ കാണാം വേറൊരു വൈറ്റ് രീതിയിൽ ഒരു അലൂമിനിയം ബീഡിംഗ് വേറെയും ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇൻ്റർഫറൻസും ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കഞ്ചഷൻ ആണെങ്കിലും ഒക്കെ ഒഴിവാക്കാനായിട്ടും ഈ പറഞ്ഞ ആ ഒരു ബീഡിംഗ് ഉപയോഗിക്കും. അതിന് പുറമെ 10 Gbps, അതായത് Cat 6ലുള്ള പോലെ തന്നെ 10 Gbps ആണ് സ്പീഡ് Cat 6aയിലും വരുന്നത്. 10 Gbps സ്പീഡ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതും വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് 100-200 1000 വരെയുള്ള Mbpsകളൊക്കെ ഉപയോഗിക്കാനായിട്ട് Cat 6aയിൽ സാധിക്കും. 100 മീറ്റർ കേബിൾ ലൈയിങ് ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള കേബിളാണ് Cat 6a. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിലവിലെ കറണ്ട് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് Cat 6a എന്ന് പറഞ്ഞ കേബിൾ. 100 മീറ്റർ വരെയും അത് പാക്കറ്റ് ലോസും അല്ലെങ്കിൽ ലോസ് ഇല്ലാണ്ടൊന്നും സഞ്ചരിക്കാനായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ Cat 6a കേബിളിന് സാധിക്കും. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ 500 MHz ബാൻഡ് വിത്ത് കൂടി ഇതിനുണ്ട്. 500 MHz ബാൻഡ് വിത്ത് എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഇതുള്ള ചെറിയ കമ്പനികളുടെയും മറ്റുമൊക്കെ ഒരുപാട് കമ്പ്യൂട്ടറുകളും മറ്റും ഉണ്ടെങ്കിലും അതിനൊക്കെ സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ബാൻഡ് വിത്താണിത്. സോ അതും ഇതിനകത്തെ ഒരു മെയിൻ ഫീച്ചറാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും Cat 6ന് കോസ്റ്റ് കൂടുതലായിരിക്കും. Cat 6a അതിനെല്ലാം കോസ്റ്റ് കൂടുതലാണ്. ഇതിനും കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നെറ്റ്വർക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഒരു കമ്പനികൾക്കും മറ്റുമൊക്കെ ആണെങ്കിൽ Cat 6 വളരെ ഉപകാരപ്രദമാണ്. Cat 6a ഉപകാരപ്രദമാണ്. അടുത്തതായിട്ട് വരുന്നതാണ് Cat 7. Cat 7 ഇപ്പോൾ Cat 6 പോലെയോ Cat 6a പോലെയോ ഒന്നും Cat 7 അത്ര പോപ്പുലർ അല്ല. നമ്മളുടെ ഇവിടെ അധികം ആൾക്കാരുടെ അടുത്തില്ല. Cat 7ഉം ഈ പറഞ്ഞ പോലെ തന്നെ 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണ്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു അലൂമിനിയം ഷീൽഡ് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. അലൂമിനിയം ഷീൽഡിങ് ഇതിൻ്റെ ഓരോ പെയറിലും അലൂമിനിയം ഷീൽഡ് ഉണ്ടാവും. അതപ്പോൾ അത്രയും കൂടുതൽ ഇൻ്റർഫറൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കഞ്ചഷൻസും കുറയ്ക്കാനായിട്ട് അതിൽ നിന്നും സാധിക്കും. ഓരോ പെയറിനും ഈ പറഞ്ഞ നമ്മളുടെ ആ ഒരു അലൂമിനിയം ഷീൽഡ് അതിനകത്ത് വരുന്നുണ്ട്. അത് ആ ഒരു ഷീൽഡ് ട്വിസ്റ്റഡ് പ്ലെയറിൽ പെടുന്നതാണ് ഇത്. ഇതിന് തന്നെ UTP STP എന്ന് പറയും. അതായത് UTP എന്ന് പറഞ്ഞാൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പ്ലെയറും STP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പ്ലെയർ. UTPയും STPയുമാണ് അത് പറയുന്നത്. ഇതിനകത്ത് 10 Gbps സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ക്യാറ്റ് 6 സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ക്യാറ്റ് 6A സപ്പോർട്ട് ചെയ്യുന്ന പോലെ 10 Gbps സ്പീഡ് തന്നെയാണ് ഈ ക്യാറ്റ് 7 വരുന്നത്. അതുകൂടാതെ 100 മീറ്റേഴ്സ് കേബിൾ ലേയിങ്, അത് 100 മീറ്റർ വരെയും കേബിൾ വലിക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഒരു സ്വിച്ചിൽ നിന്ന് മോഡത്തിലോട്ട് അല്ലെങ്കിൽ മോഡൽ കേബിളിലോട്ട് 100 മീറ്റേഴ്സ് വരെ നമുക്ക് ത്രൂ ഔട്ട് അത് വലിക്കാനായിട്ട് ഈ കേബിൾ വെച്ച് സാധിക്കും, ക്യാറ്റ് 7 വെച്ചും സാധിക്കും. അതുകൂടാതെ തന്നെ 600 MHz ബാൻഡ് വിത്ത് ആണ് ഇതിൻ്റെ വരുന്നത്. 600 MHz ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടു ക്യാറ്റ് 5ൽ അത് 500 MHz ആണ്. സോ 100 MHz ക്യാറ്റ് 5നേക്കാളും ക്യാറ്റ് 6നേക്കാളും കൂടുതലാണ് ക്യാറ്റ് 7ൽ കിട്ടുന്നത്. അതും വളരെ ഒരു ഉപകാരപ്രദമായ ഒന്നാണ് ക്യാറ്റ് 7 വെച്ച് നോക്കുമ്പോൾ. വലിയൊരു നെറ്റ്വർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഫേംസിനും വലിയൊരു കമ്പനികൾക്കും മറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ 600 MHz ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞത് വളരെ നല്ലതാണ്. കോസ്റ്റ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഇത്രയും ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് കോസ്റ്റ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് വരുന്നതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാറ്റ് 8. ഈ കേബിൾ ആക്ച്വലി നിലവിൽ നമ്മുടെ മാർക്കറ്റിലൊന്നുമില്ല. അത് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അത് അടുത്ത ഒരു തലമുറ അല്ലെങ്കിൽ അടുത്തൊരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 4 ട്വിസ്റ്റഡ് വയറാണ്. ആ ഒരു അലൂമിനിയം കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഓരോ ട്വിസ്റ്റഡ് വയറിനും കാര്യങ്ങളുണ്ട്. അതിന് പുറമെ അഡീഷണൽ വേറൊരു കോട്ടിങ്ങും കൂടി ഈ പറഞ്ഞ ക്യാറ്റ് 8 ഉണ്ട്. സോ അത്രയും ഇൻ്റർഫറൻസസ് ഉണ്ടെങ്കിലും കേബിൾ കൺജഷൻ എന്തുണ്ടെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിക്ക് പറ്റും. പക്ഷേ ഇത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. 40 Gbps സ്പീഡ് വരെ ഫയൽ ട്രാൻസ്ഫറിങ് നടക്കുമെന്ന് പറയുന്നത്. കൂടുതലും ഒരു സയൻറ്റിസ്റ്റിനും കാര്യം അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്ന, അല്ലാണ്ട് ഒരു നോർമൽ കസ്റ്റമറിനും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. 4 Gbps സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒന്നും ഒരിക്കലും നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അത് ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഹൈ സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നതെന്നും ഓർക്കുക. ക്യാറ്റ് 8 വളരെ ഹെവി സ്പീഡാണ്. അതുപോലെ തന്നെ ഇതിന് ഡിഫക്റ്റും ഉണ്ട്. 30 മീറ്റേഴ്സാണ് ഇതിൻ്റെ കേബിൾ ലൈൻ വരുന്നുള്ളൂ. അത് വളരെ കുറവാണ്. കാരണം ഇത്രയും ഹെവി സ്പീഡ് അല്ലെങ്കിൽ ഇത്രയും ഹെവി ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ നോർമലായും ഈ സ്പീഡ്, അതായത് ലാൻ കേബിൾ വലിക്കുന്നതിൻ്റെ ലെങ്ത് കുറയുന്നത് സ്വാഭാവികമാണ്. ഇതുപോലെ തന്നെ ഒരു 200 MHz ബാൻഡ് വിത്തിലാണ് ഇത് വരുന്നത്. അതായത് വളരെ കൂടുതലാണ് ഈ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത്. അതായത് അത്രയും വലിയൊരു കമ്പനികൾക്ക്, അത്രയും വലിയൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ലൈനൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ലോകത്ത് തന്നെ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇത് വരുന്നതുള്ളൂ. എന്തായാലും അടുത്ത് തന്നെ ഇതും വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജിയാണ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം വരും. സോ ഇതാണ് ഒരു നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ ഒരു 6 തരം കേബിൾ, ലാൻ കേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് തന്നെ കണ്ടെത്തി മേടിക്കാൻ നോക്കുക. കൂടുതലായിട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്യാറ്റ് 5E ആണ്. കൂടുതൽ കോസ്റ്റ് ലെസ് ആണ്. ഒരുവിധമുള്ള പിന്നെ 100 Mbps 200 Mbps ഒക്കെ സപ്പോർട്ട് ചെയ്യും. എന്നാലും ഇത്തിരി കൂടുതൽ ഇത്തിരി ഹെവി നെറ്റ്വർക്കും ഓഫീസ് പോലുള്ളതൊക്കെ ആണെങ്കിൽ ക്യാറ്റ് 6ഉം ക്യാറ്റ് 6A ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് കൂടുതലായിട്ട് നിലവിൽ ഉപയോഗിച്ച് വരുന്ന ലാൻ കേബിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.